ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിചാരിച്ചു ഇന്ന് പ്രീതിയുടെ ചോപ്പറിൽ നിങ്ങൾക്കൊന്ന് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര പവർഫുള്ളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രീതിയുടെ ഉപകരണമാണ് ഇതെന്ന് പറയുക. സോഡിയാക്കിൻ്റെ പ്രീതി സോഡിയാക്കാണ്. എനിക്കിതുവരെ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി. അത്യാവശ്യം ചോപ്പിങ്ങും സ്ലൈസിങ്ങും എല്ലാം ഞാൻ ഇതിലാട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ നോയ്സ് ഒരു ഇറിറ്റേറ്റിംഗ് ആണ്, കുറച്ച് നോയ്സ് കൂടുതലാണ്. ബാക്കിയെല്ലാം സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ എത്ര വലിയ സംഭവം ഇട്ടാലും പെട്ടെന്ന് തന്നെ ഒരേപോലെ ചോപ്പ് ചെയ്ത് നമുക്ക് കിട്ടൂടെ. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ ചോപ്പായി കിട്ടും. അപ്പം ഞാൻ ഇന്ന് ക്യാരറ്റും കൊണ്ട് ഒരു ക്യാരറ്റ് ഉലർത്തിയത് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മത്തങ്ങ, വൻപയർ, എരിശ്ശേരി, പിന്നെ ക്യാരറ്റ് ഉലർത്തിയതും ഒരു മുട്ടയും പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ആൾ കഴിക്കില്ല. ചെറിയ ആൾക്ക് ആ ക്യാരറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരത്തേക്ക് നോൺ വെജ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ മിക്കവാറും സ്കൂളിൽ പോകുമ്പോൾ വെജിറ്റേറിയൻ കൊടുത്തോളും. അല്ലെങ്കിൽ ഇപ്പോൾ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെമ്മീൻ ഫ്രൈ ഒക്കെ സൈഡിൽ വെച്ച് കൊടുത്താൽ പുള്ളിക്കാരത്തി കഴിച്ചുള്ളൂ. എന്നാലും മടിയായിരിക്കും, വരുമ്പോൾ ഭയങ്കര കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉലർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടോ. കടുക് ഇട്ടതിന് ശേഷം സവോള, പച്ചമുളക്, ഇത് രണ്ടുമാണ് വേണ്ടത്. സവോളയും പച്ചമുളകും കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ചട്ടിയുടെ ഉള്ളിലോട്ട് ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ എന്താ പറയാൻ വേണ്ടിയിട്ട്, പ്രീതിയുടെ സോഡിയാക്ക് മിക്സ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് വാങ്ങിയാൽ വേർത്തായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം അതിൽ ഗോതമ്പ് മാവ് നല്ലോണം കുഴയ്ക്കാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം ഗോതമ്പ് മാവ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതാണ്, ഗോതമ്പ് മാവ് കുഴയ്ക്കാൻ പറ്റും. അതേപോലെ എന്താണ്, നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കൂലേ, അതും അതിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഗോതമ്പ് പുട്ട് സെറ്റാക്കുന്നത് കാണിച്ചു തരാം. കാരണം ഈസി ആയിട്ട് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഗോതമ്പ് പുട്ട് നമുക്ക് ഇതിൻ്റെ ചോപ്പറിൽ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, രാവിലെ ചെറുപറ പണിയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വളർത്താൻ വേണ്ടിയിട്ട് സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വാടി വരണം. ഒരുപാട് അങ്ങ് മൊരിയൊന്നും വേണ്ട കേട്ടോ. സവോള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. കുറേ ആൾക്കാർ ഈ ക്യാരറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം വേവിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. കാരണം ക്യാരറ്റ് നമ്മൾ കുഞ്ഞു പീസായിട്ട് ചെയ്യുമ്പോൾ ക്യാരറ്റിന് അധികം വേവ് വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓൾറെഡി ക്യാരറ്റിൽ വെള്ളം ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ലേശം വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് വേവിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിനേക്കാൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ മഴയുടെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ ആയിരുന്നു. മഴയും പെയ്തു. സ്കൂളിൽ മക്കളെ വിടാൻ നേരം മഴയും പെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ആ മഴയൊന്ന് തോർന്ന് നിൽക്കണ സമയത്താണ് കേട്ടോ മക്കളെ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടത്. രണ്ടുപേരും പഠിക്കുന്നത് KVയിലാണ്. അപ്പോൾ രാവിലെ ഞാൻ കൊണ്ടുവന്ന് വിടണം, അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വരണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ തേനാണ് കേട്ടോ. എൻ്റെ കൈ രാവിലെ നല്ല രീതിയിൽ പൊള്ളി കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു. കഞ്ഞി ഇങ്ങനെ വാർത്തതാണ്. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടേ ഇല്ല. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കഞ്ഞി ഇങ്ങനെ വാർക്കണ കൂട്ടത്തിൽ രണ്ട് കയ്യിലും വെള്ളം. എന്തോ ഭാഗ്യത്തിന് അധികം പൊള്ളലൊന്നും വന്നില്ല. അപ്പം എനിക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പൊള്ളലൊക്കെ വരുമ്പോൾ, മൈൽഡായിട്ടുള്ള പൊള്ളലൊക്കെ വരുമ്പോൾ ഞാൻ വേഗം തേനെടുത്ത് തൂക്കും. പക്ഷെ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കയ്യിൽ തേൻ തൂക്കാൻ പാടില്ല എന്ന് ഞാൻ
കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കില്ലേ ഈ തേൻ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാടും അങ്ങനെ കുറച്ച് നേരം ഒരു നീറ്റിലുണ്ടാവും. അത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. എന്താണെന്ന് ഞാനപ്പോൾ 2 കയ്യിലും എൻ്റെ കയ്യിൽ തേൻ എന്ന് പറഞ്ഞൊരു സംഭവം എപ്പോഴും സ്റ്റോക്കായിരിക്കും. അപ്പം ഞാൻ വേഗം തേൻ എടുത്ത് എൻ്റെ 2 കയ്യിലും തൂത്തിട്ട് കുറച്ച് നേരം നല്ല നീറ്റിലുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളിയതാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ, പെട്ടെന്ന് മാറുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും എന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം ഞാൻ 2020 യൂട്യൂബ് തുടങ്ങിയൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ലായ്മ, ചെയ്യാനുള്ളൊരു ആൾക്കാരെന്ത് വിചാരിക്കും, എന്ത് പറയും, മോശം കമൻറ്റ് വന്നാൽ നാണക്കേടല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാണ് 5 വർഷം ഞാൻ വെറുതെ എനിക്കിപ്പോൾ ഭയങ്കര കുറ്റബോധം ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചവറുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൊവ്വാഴ്ച ആയത് കാരണം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് താഴെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുടെ വീട്ടിൽ വന്നെടുക്കും, കുറേ ആൾക്കാർ ഞങ്ങൾ താമസിക്കുന്ന റോഡിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കണം. അത് പൈസ കൂടുതൽ കൊടുക്കുന്നവർക്ക് വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകും, പൈസ കുറച്ച് കൊടുക്കുന്നവർ അറ്റത്ത് കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് കറക്റ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ.